5 മിനിറ്റ് നേരത്തെ. ഇന്ന് ലേറ്റ് ആയെന്നും പറഞ്ഞ് ആലിസ് മാഡത്തിന് വായിലേക്കൊന്നും കേൾക്കാൻ പോകുന്നില്ലല്ലോ. മിക്കവാറും ഇന്ന് വായിലിരിക്കുന്ന എല്ലാം കേൾക്കാൻ പോകുന്നത് സോനു ആയിരിക്കും. ആലിസ് മാഡത്തിനാണെങ്കിൽ ആരെങ്കിലും കിട്ടിയാൽ മതി. സോനു ആണെങ്കിൽ മാഡത്തിന് പറ്റിയ ഒരാളാണ്. സോനുവിന്റെ ആത്മാവിന് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. എന്റെ കർത്താവേ, ഞങ്ങളുടെ സഹപ്രവർത്തകനായ സോനുവിനെ ആലിസ് മാഡത്തിന്റെ തെറിവിൽ നിന്നും പറ്റുന്ന രീതിയിലൊന്ന് രക്ഷിക്കണേ. അവനെ ഇന്ന് മാഡം പിഴിഞ്ഞെടുക്കുമ്പോൾ അവനൊരു ഇച്ചിരി ജീവനെങ്കിലും ബാക്കി വെച്ചേക്കണേ. ഞാൻ എന്നും മാഡത്തിന്റെ വായിലേക്ക് കയറി ചെല്ലും എന്ന് നിങ്ങൾ വിചാരിച്ചു അല്ലേ? എന്തൊരു കരുതല എന്നെ പറ്റിയിട്ട്. അല്ല, നീ എങ്ങനെ ഇത്ര നേരത്തെ ഇവിടെ എത്തി? നോർമലി ഇതുപോലെ നേരത്തെ ഒന്നും വരാറില്ലല്ലോ, ലേറ്റ് ആയിട്ടല്ലേ വരുന്നേ. ഇന്നല്ല അലാറം വെച്ചായിരുന്നു. വീട്ടിൽ പോയാലല്ലേ അലാം വെക്കേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലായി. ഇന്നലെ നിങ്ങൾ രണ്ടുപേരും കൂടി ആ സ്ത്രീന്റെ അടുത്തേക്ക് ഞെട്ടുകൊടുത്തില്ലോ ചീത്ത പറയാൻ വേണ്ടിയിട്ട്. അന്നേ ഞാൻ ഉറപ്പിച്ചതാ ഇനി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവരുത്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോവാതെ ഇന്നലെ ഇവിടെ തന്നെ കിടന്നു തുടങ്ങി. ഇപ്പൊ എനിക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാം നിങ്ങളെക്കാൾ മുമ്പേ ഞാൻ എത്തിയിട്ടുണ്ട് എന്ന്. എടാ പൊട്ടാ, നീ ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞാലേ ഇവിടുത്തെ സാധനങ്ങൾ ദുരുപയോഗം ചെയ്തെന്ന് പറഞ്ഞിട്ടായിരിക്കും മാം ഇന്ന് നിന്നെ ഇറക്കിട്ടാൻ പോകുന്നത്. എല്ലാം കൂടി കേട്ടിട്ട് പാവം വട്ടായി പോയി തോന്നുന്നത്. നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? നിങ്ങളുടെ ഇങ്ങനെയുള്ള സില്ലി ക്വസ്റ്റ്യൻസ് കേട്ട പിന്നെ ആരെങ്കിലും ചിരിച്ചു പോലെ. അതിന് മാള് ചോദിച്ചാൽ എന്താ തെറ്റ്? നീ ഓഫീസിലെ സാധനങ്ങൾ ദുരുപയോഗം ചെയ്തെന്ന് മാട ഇറങ്ങാൻ അറിഞ്ഞാലുണ്ടല്ലോ നിനക്ക് തന്നെയാണ് പൊട്ട. അതിന് ദുരുപയോഗം ചെയ്തെന്ന് മേഡം അറിഞ്ഞാലല്ലേ? മനസ്സിലായില്ല. അതായത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് രമണ, ഞാൻ ഇന്നലെ ഓഫീസിൽ നിന്നും വീട്ടിൽ പോകാത്തത് എന്തുകൊണ്ടാണ്? ഇന്ന് നീ വൈകി വരുമ്പോ മാഡം നിന്നെ ഇറക്കേറ്റാതിരിക്കാം. അങ്ങനെയല്ലേ നീ തന്നെ പറഞ്ഞു. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതേ ചോദ്യം മാഡം എന്നോട് പറയുമ്പോൾ ഞാൻ എന്തായിരിക്കും ഉത്തരം പറയുക? എന്തായിരിക്കും പറയാ? അടുത്ത ആഴ്ച ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മാഡം നമുക്കൊരു ടൈം ലൈൻ തന്നത് ഓർമ്മയുണ്ടോ? എന്റെ പൊന്നോ, എങ്ങനെ മറക്കും? രാത്രി പോയില്ല, ഞാൻ ഇപ്പോഴും അതിന് പറയട്ടെ. അതാണ് എനിക്ക് തന്ന പ്രൊജക്ട്. ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും തീരാത്തത് കൊണ്ട് രാത്രി മുഴുവനും ഇരുന്ന് ഞാൻ ഇവിടെ കുത്തിരുന്ന് പണിയെടുക്കുകയായിരുന്നു എന്ന് മാഡം പറഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കാൻ വരുന്ന മാഡം എന്നെ കുറിച്ച് ആലോചിച്ച് അഭിമാനിക്കും. എടാ പൊട്ട, ഇവിടെ മൊത്തം CCTV ക്യാമറ ഉള്ളത് നീ മറന്നുപോയോ? CCTV ക്യാമറ അടിച്ചു പോയിട്ട് 3 ദിവസം. അത് ശരിയാണല്ലോ. ഇന്നെല്ലാം കൂടെ പറഞ്ഞല്ലേ ആരോ നന്നാക്കാൻ വരുന്നുണ്ടെന്ന്. എന്നിട്ട് ആരും നന്നാക്കാൻ വന്നിട്ടില്ലല്ലോ. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്നതിന്റെ തെളിവ് ആർക്കും കിട്ടാൻ പോകുന്നില്ല. എങ്ങനെയുണ്ടല്ലോ ബുദ്ധി? നിന്റെ ബുദ്ധി വിമാനം തന്നെ. എന്റെ മുന്നോ സമയം 10 ആവാറായി. ഇനി നമ്മളും കൂടെ ഇരുന്ന് നമുക്കൂടെ കഴിക്കാം. 10 മണിയായോ? ഇങ്ങോട്ടാണ്. എല്ലാരും ഓൺ ടൈം ആണല്ലോ. അതെ മാഡം. ഗുഡ്. പങ്ക്ച്വാലിറ്റി ഒക്കെ നല്ലത് തന്നെ, പക്ഷെ ഇതെന്ന് കാണണം. മാഡം കഴിഞ്ഞ ആഴ്ച തന്ന പ്രൊജക്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ പോലും പോവാതെ ഇവിടെ നിന്ന് പണിയെടുക്കുകയായിരുന്നു. എന്താ പറഞ്ഞത്? ഐ ഡിഡ്ന്റ് ഹിയർ യു പ്രോപ്പർലി. സോനു എന്താ പറഞ്ഞേ? മാഡം ഇന്നലെ തന്ന പ്രൊജക്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ പോലും പോവാതെ പ്രൊജക്ട് അപ്ഡേറ്റ് ചെയ്യുകയായിരുന്നു എന്ന്. വാട്ട് ദ ഹെൽ? പ്രൊജക്ട് തീർക്കാൻ വേണ്ടി നീ ഇവിടെ കിടന്ന് ഉറങ്ങിയല്ലേ? ഓ, ആരോട് ചോദിച്ചിട്ട്? ഹൂ ഗേവ് യു ദ പെർമിഷൻ? എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ഓഫീസിൽ കിടന്നുറങ്ങാൻ നിനക്കാരാ പെർമിഷൻ തന്നേന്ന്? അത് മാഡം പണ്ട് പറഞ്ഞില്ലേ പ്രൊജക്ടിന്റെ വർക്ക് തീർന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പണിയെടുത്തിട്ട് വീട്ടിൽ പോയാൽ മതിയെന്ന്. അതിന് ഇത് ഞാൻ നിനക്ക് ഇന്നലെ തന്ന പ്രൊജക്ട് ഒന്നും അല്ലല്ലോ. ഒരാഴ്ച സമയല്ലേ? ഉണ്ട്. പിന്നെ ഇവിടെ കിടന്ന് ഉറങ്ങിയതിന്റെ ഉദ്ദേശം എന്താ? ഒരാഴ്ചയിൽ ഈ വർക്ക് ചെയ്ത് തീർക്കാന്നുള്ള കോൺഫിഡൻസ് നിനക്ക് ഇല്ലായിരുന്നോ? ഉണ്ട്. Then what? അല്ല അത് മാഡം ഞാൻ ഇവിടെ ഷട്ട് അപ്പ്. ഇനി ഒരു അക്ഷരം മിണ്ടി പോവരുത്. നിനക്കൊക്കെ ശമ്പളം തന്നെ ഇവിടെ ഇരുന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. യൂസ്ലെസ്. സ്വന്തം ജോലിയിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നീ ഒന്നും എവിടെ പോയാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവൻ രാത്രി മുഴുവൻ കിടന്ന് ഉരുണ്ടിട്ട് വലിയ ക്രെഡിറ്റ് പറയാൻ വന്നിരിക്കുന്നു. ബ്ലഡി ഫൂൾ. അതെ, ഇനി മേല ജോലി കഴിഞ്ഞ് ഇവിടെ കിടന്ന് കറങ്ങിയെന്ന് ഞാൻ ഞാൻ പോലീസിനെ കൊണ്ട് പഠിപ്പിക്കും. പറഞ്ഞേക്കാം. കേട്ടാ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നീ ശരിക്കും കൊള്ളും. ഞാനിപ്പോ എന്ത് ചെയ്തിട്ടാ അല്ലേ?
അതെ ദൈവം പണ്ടായിരുന്നു പിന്നെ പിന്നെ ഇപ്പോഴേ സ്പോട്ടിൽ പണി കിട്ടും. ഞങ്ങളുടെ മുമ്പിൽ ആള് കളിക്കാൻ വേണ്ടി നോക്കിയതല്ലേ, എന്നിട്ട് ശരിക്കും കിട്ടി ബോധിച്ചില്ലേ? കൂടെ നിന്ന് പണി വരാൻ നോക്കിയാലേ ഇങ്ങനെ ഇരിക്കും. എന്ന് രാവിലെ കിട്ടുന്ന വഴക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇന്നലെ ഇവിടെ കിടന്നുറങ്ങിയേ? എന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? എന്നിട്ട് എന്നും കിട്ടാനുള്ള വഴക്ക് അതേപോലെ തന്നെ കിട്ടി. എന്നിട്ട് ഇപ്പൊ എന്താ മനസ്സിലായി? മനസ്സിലാക്കണം. വയ്യാത്ത പട്ടി കയ്യാലെ കയറരുത്.